നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ഒരു ആപ്പും ഇല്ലാതെ എങ്ങനെ ഓട്ടോ റീപ്ലൈ സെറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്രീറ്റിംഗ് മെസ്സേജിൽ ഒരു പ്രത്യേക മെസ്സേജ് നമുക്ക് പ്രത്യേക ആളുകൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാനുള്ളത് വാട്സപ്പ് ബിസിനസ് ആണ്. അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് വാട്സപ്പ് ബിസിനസ് എന്നുള്ളത്. സാധാരണ നോർമൽ വാട്സപ്പിൽ നിന്ന് ഒരുപാട് ഫീച്ചറുകൾ വാട്സപ്പ് ബിസിനസ്സിനകത്തുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഒരു സെക്കൻഡ് വാട്സപ്പായിട്ട് നമ്മൾ വാട്സപ്പ് ബിസിനസ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വാട്സപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, അത് ആർക്കും അവരുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് ബിസിനസ് ലോഗിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ചധികം ഫീച്ചറുകൾ അതിനകത്ത് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഫീച്ചറുകളാണ് വാട്സപ്പ് ബിസിനസ്സിനകത്തുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ബിസിനസ്സാണ് ഓപ്പൺ ചെയ്യുന്നത്. വാട്സപ്പ് തന്നെ പ്ലേ സ്റ്റോറിൽ തരുന്ന ഒരു വാട്സപ്പ് ആപ്പാണ്. അപ്പോൾ നോർമൽ വാട്സപ്പിലൊക്കെ സാധാരണ നമുക്ക് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിനകത്താണ് ക്ലിക്ക് ചെയ്യാനുള്ളത്. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അതിനകത്താണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇതിനകത്ത് ഒരുപാട് ഫീച്ചർ സാധാരണ വാട്സപ്പിൻ്റെ സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതെല്ലാം ക്ലിക്ക് ചെയ്യേണ്ടത് വാട്സപ്പ് ബിസിനസ്സിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം ചാറ്റ്സ്, കോൾസ്, അപ്ഡേറ്റ്സ് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനം ടൂൾസ് എന്നൊരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. വലതുഭാഗത്ത് ഏറ്റവും അവസാനം അതിനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ ഫീച്ചറുകളുള്ളത്. ഇവിടെ നമുക്ക് ബൂസ്റ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പണം കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിനകത്ത് ബൂസ്റ്റ് ചെയ്യാമെന്നും വാട്സപ്പിൽ ആഡ്സ് കൊടുത്ത് പണം കൊടുത്ത് എങ്ങനെ കൂടുതൽ പേരിലേക്ക് നമ്മുടെ അക്കൗണ്ട് എത്തിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആവശ്യമാണെങ്കിൽ അറിയിച്ചാൽ മതി. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഓട്ടോ റീപ്ലേയും അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് മെസ്സേജും അവേ മെസ്സേജൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് ഇവിടെ കാണാം ഗ്രീറ്റിംഗ് മെസ്സേജ് എന്നും അവേ മെസ്സേജ് എന്നും ക്വിക്ക് റീപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഗ്രീറ്റിംഗ് മെസ്സേജ്, ഇത് സാധാരണ നമ്മളൊരു 14 ദിവസം ഒക്കെ നമ്മൾ ആക്റ്റീവ് അല്ലാത്ത ആളുകളെ, ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ 14 ദിവസം കഴിയുമ്പം അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൻ്റെ റീപ്ലൈ കൊടുക്കും. അതായത് നിങ്ങളെ കാണാനില്ല, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവർക്കാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആകുക. വേണമെങ്കിൽ നമുക്ക് ബിസിനസ് ആവശ്യമുള്ള ആളുകൾക്ക് കൂടുതൽ ഫീച്ചറുകൾ നമുക്ക് പരിശോധിക്കാം. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവേ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓൾറെഡി ഞാനൊന്ന് സെറ്റ് ചെയ്തിരുന്നത് കാണാൻ സാധിക്കും. അതായത് എൻ്റെ വാട്സപ്പിലേക്ക് ആരെങ്കിലും ഒരു ഹായ് എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെൽക്കം ടു മൈ വാട്സപ്പ് എന്ന രീതിയിൽ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ലിങ്കുകളും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ടെലഗ്രാം ലിങ്കും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് വലിയൊരു മെസ്സേജ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഞാനൊരു സുഹൃത്തിനെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ആ സുഹൃത്ത് എനിക്ക് ഹലോ എന്ന് മെസ്സേജ് അയച്ചപ്പോൾ കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് വെൽക്കം ടു മൈ വാട്സപ്പ് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അവർ എന്തൊരു മെസ്സേജ് നമുക്ക് അയക്കുന്നോ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നമുക്ക് റീപ്ലൈ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് അവേ മെസ്സേജ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടൺ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. ശേഷം നിങ്ങൾക്ക് എന്താണോ ഓട്ടോമാറ്റിക് റീപ്ലൈ വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യാം, ഉടനെ നിങ്ങളെ ബന്ധപ്പെടും എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആര് മെസ്സേജ് അയച്ചാലും നിങ്ങൾ ഓൺലൈൻ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഈ മെസ്സേജ് പോകും, നിങ്ങളെ ഞങ്ങൾ ഉടനെ ബന്ധപ്പെടും, ഞങ്ങളെ ബന്ധപ്പെട്ടതിന് നന്ദി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോകും. പക്ഷേ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ കുറച്ചധികം ഫീച്ചറുകളുണ്ട്. ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മെസ്സേജ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കും. ഞാനിവിടെ ഓൾവേസ് സെൻഡ് എന്നുള്ള വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലൈ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഓൾവേസ് സെൻഡ് എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ മെസ്സേജ് പോകും, ഞാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. രണ്ടാമത്തെ റെസിപ്പിയൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ താഴെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെ എവരി വൺ, എൻ്റെ മെസ്സേജ് ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത മെസ്സേജ് എല്ലാവർക്കും പോകണമെന്നാണെങ്കിൽ എവരി വൺ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ എവരി വൺ നോട്ട് ഇൻ അഡ്രസ് ബുക്ക്, നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത വ്യക്തികൾക്ക് മാത്രം ഇത്തരത്തിൽ മെസ്സേജ് പോയാൽ മതിയെങ്കിൽ എവരി വൺ നോട്ട് ഇൻ അഡ്രസ് ബുക്ക് എന്നുള്ളതാണ്. പല ആൾക്കും അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എവരി വൺ എക്സെപ്റ്റ് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ, നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ വ്യക്തികളെ ഇതുപോലെ സെലക്ട് ചെയ്ത് ഈ സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് മാത്രം മെസ്സേജ് പോകണ്ട, ബാക്കിയുള്ളവർക്കെല്ലാം പോയാൽ മതിയെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളെ ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഈ മെസ്സേജ് പോകില്ല, ബാക്കി എല്ലാവർക്കും മെസ്സേജ് പോകും. അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ ഒൺലി സെൻഡ് ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചില വ്യക്തികളെ മാത്രം സെലക്ട് ചെയ്ത് അവർക്ക് മാത്രം പോയാൽ മതിയെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അത്തരത്തിൽ മെസ്സേജ് പോകേണ്ട ആളുകൾ മാത്രം ഇതുപോലെ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ അവർക്ക് വേണ്ടി മാത്രം ഈ മെസ്സേജുകൾ പോകും. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നാലാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ക്വിക്ക് റീപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണും. അപ്പോൾ ഞാനിവിടെ 3 സെറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ആവശ്യമുള്ളത് ഓരോ വ്യക്തികൾക്ക് പ്രത്യേകം അയച്ചു കൊടുക്കാൻ സാധിക്കും, മാനുവലായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക്
അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊരു വ്യക്തി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഐക്കണാണ്. ആ ഒരു ഐക്കൺ, ഈ ഒരു സ്ലാഷ് ബട്ടൺ, ഒരു സ്ലാഷ് ഇട്ട് കൊടുത്തതാ ഞാൻ നേരത്തെ കാണിച്ചെന്ന എല്ലാ മെസ്സേജ് ഇവിടെ ഉണ്ട്. യെസ് ചോദിച്ചോളൂ, ഫ്രീ ആകുമ്പോൾ റീപ്ലൈ തരാം. അപ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജ് ഏതാണോ അയക്കേണ്ടത് ജസ്റ്റ് ആ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കിട്ടും. ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട, നമുക്ക് ജസ്റ്റ് ഇതുപോലെ മെസ്സേജ് കിട്ടും, സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതിനാണ് ഈ ക്വിക്ക് റീപ്ലൈ എന്നുള്ള മെസ്സേജ്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ ഷോർട്ട് കട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ എന്നാണെങ്കിൽ എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒരു സ്ലാഷ് ബട്ടണാണ്. അപ്പോൾ നമ്മുടെ ഏത് കോൺടാക്റ്റിലെടുത്ത് നമ്മൾ സ്ലാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് അവിടെ വരും. ആവശ്യമുള്ള സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഷോർട്ട് കട്ട് ഇതാണ് കൊടുത്ത്. ഇവിടെ റീപ്ലൈ എന്ന് കാണുന്ന ഭാഗത്ത് അപ്പോൾ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി ഗുഡ് മോർണിംഗ് എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോട്ടോസുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഞാനൊരു കോൺടാക്റ്റ് എടുത്ത് ഇവിടെ ആ നേരത്തെ പറഞ്ഞ ആ ഒരു ഐക്കൺ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ കാണാം, താഴെ ഭാഗത്തേക്ക് വന്ന് ഇവിടെ കാണാം ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഗുഡ് മോർണിംഗ് എന്ന് വരും, സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടാകേണ്ട, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അയാളെ ചാറ്റ് ചെയ്യാൻ, അയാൾക്ക് ആ മെസ്സേജ് അയച്ചു കൊടുക്കാൻ, ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിനകത്തുള്ള നമ്മൾ പരിശോധിച്ച ചെറിയ ഫീച്ചർ. ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതെല്ലാം പരിശോധിക്കാൻ ഒരുപാട് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.